കൊലപാതക കേസിലെ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയുടെ വീട്ടിൽ ഗൃഹപ്രവേശനത്തിന് അതൊക്കെ സാമാന്യ മര്യാദയില്ലേന്ന്. ഏതെങ്കിലും നാട്ടിലൊരു കുടിയിൽ കഴിക്കുമ്പോൾ ആ കുടിയിൽ കഴിക്കുമ്പോൾ അത് ഇന്നാൾ പ്രതിയാണ്, മറ്റേ ആൾ ഇന്നാൾ കോൺഗ്രസ്സാണ്, മാർക്സിസ്റ്റാണ്, BJP നോക്കിയാൽ പോലും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണം. നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത്രയും കണ്ടാൽ മതി. പാർട്ടി തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറഞ്ഞ എത്ര ആളുകൾ കല്യാണത്തിനും അതുപോലെ തന്നെ വീട്ടുകൂടിയിലും പോകുന്നുണ്ട് ആളുകൾ. നിങ്ങൾ എന്തിൻ്റെ സൂക്കേട നിങ്ങൾക്കല്ലേ? നാട്ടിൽ ഏതെങ്കിലും ഒരു കുടിയിൽ നടക്കുന്നു, നാട്ടിലൊരു കല്യാണം നടക്കുന്നു, ആ കല്യാണത്തിൽ പോയി ഈ കല്യാണത്തിൽ പങ്കെടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തു. എന്താ നിങ്ങൾ ചോദിക്കേണ്ട കാര്യം? നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇമാതിരി ജാള്യതയോടുകൂടിയ കാര്യങ്ങൾ ചെയ്യാനില്ല. ഒരു മാന്യമര്യാദ കൊണ്ട് ഒരു മാന്യത കൊണ്ട് ചോദ്യത്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് ഇല്ലേ? ആ നടക്കുന്ന പരിപാടികളെല്ലാം സൗകര്യത്തിനനുസരിച്ച് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരു പരിപാടി പങ്കെടുത്തു, ഒരാൾ കൊലക്കേസ് പ്രതിയായിപ്പോയി, ആ പ്രതിയുടെ വീട്ടിൽ കുടിയലിന് എല്ലാ കുടുംബങ്ങളെല്ലാം കൂടി ചേർന്നല്ലേ ആ കുടിയലിന് പങ്കെടുത്തു പോയി. അത് പങ്കെടുത്തു പോയി എന്തായി മഹാപരാധം. നിങ്ങൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. പോസിറ്റീവായി ചിന്തിക്കണം. ഞാൻ ഇപ്പോൾ അവിടെ പറഞ്ഞില്ല, എല്ലാം നെഗറ്റീവല്ല, എല്ലാം പോസിറ്റീവായി ചിന്തിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. പോരെ, പുനരധിവാസം ശക്തിയായ രീതിയിൽ നടത്തും. ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനം കൃത്യമായിട്ട് എടുത്തു കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകോത്തരമായ രീതിയിലുള്ള പുനരധിവാസമായിരിക്കും ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശത്തുണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുടർന്ന നടപടി എന്ന രീതിയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ലോകത്ത് തന്നെ നടന്ന ഏറ്റവും നല്ല പുനരധിവാസ പ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഭൂമിയായിരുന്നല്ലോ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ആ ഭൂമി ഇപ്പം ഗവൺമെൻറ് വാങ്ങി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കോടതിയുടെ അനുവാദം കിട്ടി. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. കേന്ദ്രം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, കേരളത്തോടുള്ള അവഗണനയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിന് കിട്ടേണ്ടതാണ്. ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പുനരധിവാസം നടത്താതിരിക്കാൻ പറ്റില്ല. അതാണ് കാര്യം.